നമസ്കാരം. കവികൾ കവിതയാകുന്നു എന്ന് പറയുന്ന എൻ്റെ പുതിയ കവിതാ സമാഹാരത്തിൽ കവിതാ ചരിത്രത്തിന് ഒരു ആമുഖ കവിത എഴുതിയിട്ടുണ്ട്. എന്താണ് ഞാൻ പറഞ്ഞത്? കവിതാ ചരിത്രത്തിന് കവിതയായിട്ട് തന്നെ ഒരു ആമുഖം. അത് എങ്ങനെയാണെന്ന് ഒന്ന് ചൊല്ലിക്കേൾപ്പിക്കാം. ചേഷ്ടകളോരോ നൊച്ചകളായി, ഒച്ചകളോരോ വാക്കുകളായി, വാമൊഴിയായി പഴമൊഴിയായി, പഴമൊഴി പൂമഴ പാട്ടുകളായി. എന്താ പറഞ്ഞേ? ചേഷ്ടകളോരോ നൊച്ചകളായി, ഒച്ചകളോരോ വാക്കുകളായി, വാമൊഴിയായി പൂമൊഴിയായി, പഴമൊഴി പൂമഴ പാട്ടുകളായി. വാക്കുകളെല്ലാം ജ്വലിച്ചു തുടങ്ങി, വായിൽ നിന്നും കർണപുടത്തിൽ ജ്വലിച്ചു തുടങ്ങി, ചലിച്ചു തുടങ്ങി. ഭാരതകഥയും രാമായണവും ഓതിയ കഥകൾ, പാടിയ കഥകൾ. എന്താ? വാക്കുകളെല്ലാം ജ്വലിച്ചു തുടങ്ങി, വായിൽ നിന്നും കർണപുടത്തിൽ ജ്വലിച്ചു തുടങ്ങി, ചലിച്ചു തുടങ്ങി. ഭാരതകഥയും രാമായണവും ഓതിയ കഥകൾ, പാടിയ കഥകൾ. വാക്കുകൾ ഓരോ ചിത്രക്കലയിൽ, അരയാൽ മരത്തിലും മണ്ണിലും കല്ലിലും. വാക്കുകൾ ഓരോ ചിത്രക്കലയിൽ, അരയാൽ മരത്തിലും മണ്ണിലും കല്ലിലും. കല്ലുകളായ കല്ലുകളൊക്കെ കോറി വരച്ചു, കൊത്തി വരച്ചു. പിന്നെന്താ സംഭവിച്ചത്? അച്ചടി വാക്കുകൾ തുടങ്ങിയ നേരം മാനവരെല്ലാം കോറി വരച്ചു. കോറി വരച്ചത് രേഖയിലാക്കി, രേഖകൾ ഓരോ കഥകളുമായി, കഥകളും ഓരോ കവിതകളായി, കവിതകൾ ഓരോ കഥകളുമായി. കഥകൾ പിന്നെ ചെറുകഥയായി, തിരക്കഥയായി, ചിത്രകഥയായി, നോവലുമായി, സിനിമയുമായി. അച്ചടി തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? അച്ചടി വാക്കുകൾ തുടങ്ങിയ നേരം മാനവരെല്ലാം കോറി വരച്ചു. കോറി വരച്ചത് രേഖയിലാക്കി, രേഖകൾ ഓരോ കഥകളുമായി, കഥകളും ഓരോ കവിതകളായി, കവിതകൾ ഓരോ കഥകളുമായി. കഥകൾ പിന്നെ ചെറുകഥയായി, തിരക്കഥയായി, ചിത്രകഥയായി, നോവലുമായി, സിനിമയുമായി. പിന്നെന്ത് സംഭവിച്ചു? കഥകൾക്കെല്ലാം കർത്താവുണ്ട്, കവിതയ്ക്കെല്ലാം കർത്താവുണ്ട്. പലവിധ പേരുകൾ ചൊല്ലി വിളിച്ചു, പേരുകളായി, ആളുകളായി. കവികൾ എന്നൊരു പേരിൻ കീഴിൽ കവിതകളൊക്കെ ചലിച്ചു തുടങ്ങി. കവികൾ എന്നൊരു പേരിൻ കീഴിൽ കവിതകളൊക്കെ ചലിച്ചു തുടങ്ങി. ചലിച്ചു തുടങ്ങിയ വാക്കുകളൊക്കെ എന്താണ്? ചലിച്ചു തുടങ്ങിയ വാക്കുകളൊക്കെ അതിരില്ലാതെ കത്തി ജ്വലിച്ചു. ചലിച്ചു തുടങ്ങിയ വാക്കുകളൊക്കെ അതിരില്ലാതെ കത്തി ജ്വലിച്ചു. ചലിച്ചു തുടങ്ങിയ വാക്കുകളൊക്കെ അതിരില്ലാതെ കത്തി ജ്വലിച്ചു. കവിതാ ചരിത്രത്തെ ഒരു കവിതയാക്കി, ഒറ്റ കവിതയാക്കി എഴുതിയതാണിത്. താങ്ക് യു.